പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ പലരും പല രീതിയിലുള്ള ഒരു മുതലെടുപ്പ് നടത്തുന്നതിനുള്ള ഒരു ടൂൾ ആക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള വ്യക്തമായ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സോണിയാഗാന്ധിയുടെ മരുമകൻ പ്രിയങ്കയുടെ ഭർത്താവ് കൂടിയായ റോബർട്ട് വാദ്ര പറയാണ്, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭജനമുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു വിഭാഗീയത നിലനിൽക്കുന്നത് ഉള്ളത് കൊണ്ടാണ്. അതിന് നമ്മുടെ കേന്ദ്ര സർക്കാരിനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നതും BJP ആണ് കുറ്റം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രസ്താവനയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അതിനകത്ത് വലിയ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റിന്റെ ന്യൂസിനകത്താണ് ഞാൻ കണ്ടത്. മാധ്യമങ്ങൾ വലിയ വലിപ്പത്തിലെ സാധനം കാണുന്നില്ല. ഈ ഒരു വിഷയം ഈ സമയമായതുകൊണ്ടായിരിക്കും അതിനകത്ത് രാഷ്ട്രീയ പ്രസ്താവന അല്ലെങ്കിൽ തിരിച്ച് BJP ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടില്ല. ഏതായാലും അതൊരു വലിയ നെറികേടിന്റെ പ്രസ്താവന, ഇന്ത്യ വിരുദ്ധയുടെ പ്രസ്താവന എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നു. കാരണം ഇന്നലെ ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ലോകത്തൊക്കെ നടക്കുമ്പോൾ ഭീകരാക്രമണം ആദ്യമായിട്ട് പരസ്യമായിട്ട് ഒരു മനുഷ്യന്റെ തുണി അഴിച്ചു നോക്കിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ജാതി തിരിച്ച് വേർതിരിച്ച് ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തി കൊന്നിട്ട്, ആ മാറ്റി നിർത്തി കൊല്ലുന്ന സമയത്ത് കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു ഭാര്യ എടുത്ത് എന്നെ കൂടെ കൊല്ലാൻ പറഞ്ഞപ്പോൾ അവരുടെ അടുത്താണ് പറഞ്ഞത്, നീ ഇതിന്റെ നരേന്ദ്രമോദിയുടെ അടുത്ത് എന്ന് പറയണം, ഞങ്ങളുടെ രീതി ഇതാണ്. അതാണ് റോബർട്ട് വാദ്ര പറഞ്ഞിരിക്കുന്നത്. റോബർട്ട് വാദ്ര ഇന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അവർ ചെയ്ത കാര്യം ശരിയാണ്, അതിനകത്ത് അവരുടെ ചേരിതിരിവിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ട്, അത് പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നു, ആ ഭീകരാക്രമണം ന്യായമാണെന്നല്ലേ പറഞ്ഞത്. അയാളെ രാജ്യദ്രോഹ കുറ്റത്തിന് അകത്തിടേണ്ടതല്ലേ? ഇത് നമ്മൾ നിസ്സാരമായിട്ടുള്ള പ്രസ്താവനയായിട്ട് കാണാൻ പറ്റത്തില്ല. ഇയാളൊക്കെ തന്നെയാണ് ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾ. അതായത് ഇതുപോലുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് കുടപിടിക്കുന്ന ആൾക്കാരുടെ നേതാവായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്നു. അതായത് ഇന്നലെ അതിനകത്തുനിന്ന് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തുടർന്നോളൂ, ഞങ്ങളുടെ പിന്തുണയുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ അളിയൻ, സ്വന്തം ഭാര്യ ഒരു MP, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ത്യ വളരെ കാലം ഭരിച്ചിരുന്ന നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള മരുമകൻ, അയാൾക്ക് ഇന്ത്യയിലുള്ള സ്വാധീനം, നാളെ കാലത്തെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ കൃത്യമായ പോസ്റ്റുകളിൽ വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന് സ്വാധീനമുള്ളപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളാണ് രാജ്യദ്രോഹി. അയാളാണ് പറഞ്ഞത് കാശ്മീരിൽ നടന്ന സംഭവം ഇന്ത്യയിൽ നടക്കേണ്ടതായിരുന്നു, അത്തരത്തിൽ ഉള്ള ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെയ്തികളും ഇന്ത്യക്കകത്തുണ്ടാകുന്നു. ഈ വർഗീയ ചേരിതിരിവ് സംഭവിപ്പിച്ചത് ഇന്ത്യയിലെ ഭരണാധികാരികളാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ അയാൾക്ക് രാജ്യദ്രോഹ കുറ്റം എടുക്കണ്ടേ? ഇയാൾ എന്ത് ഇന്നലെ സംസാരിച്ചു? ഇയാളെ പറ്റി പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇയാൾ പക്കാ ക്രിമിനലാണ്. സ്വത്തിനും മുതലിനും വേണ്ടി അച്ഛനെയും അല്ലെങ്കിൽ സഹോദരിയെയും ഒക്കെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കൊലപാതകങ്ങളെല്ലാം ഇപ്പോഴും സംശയത്തിന്റെ നിഴൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയെ അധികാരം ഉപയോഗിച്ച് 997 പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിച്ചതിന് ശേഷം 17,000 കോടി രൂപയോളം ആസ്തി വരുന്നതിന് ഇന്ത്യയിൽ ഉടനീളമുള്ള ഈ പറയുന്ന ഗവൺമെന്റിന്റെ വസ്തുക്കൾ ആ ഗവൺമെന്റ് സ്വാധീനം ഉപയോഗിച്ച് പ്രത്യേക നിയമം ഉണ്ടാക്കി കൈക്കലാക്കി കൃഷിക്കാരന്റെയും പാവപ്പെട്ടവന്റെയും വസ്തു മറിച്ചു വിറ്റ് കോടീശ്വരനായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു വ്യവസായിയാണ് അയാൾ രാജ്യദ്രോഹിയാണ്. അയാൾ നാളെ കാലത്ത് ഇന്ത്യയെ വിൽക്കുന്നവനാണ്. അയാളുടെ പ്രസ്താവന നിസ്സാരമല്ല. അയാളുടെ പ്രസ്താവന എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല. ഇതിന് കോപ്പ് കൂട്ടുന്നതിന് വേണ്ടി, ആക്കം കൂട്ടുന്നതിന് വേണ്ടി ഒരു നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഈ സമയത്ത് പ്രതിപക്ഷം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും ഈ വിഷയത്തോട് പ്രതികരിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നിഷ്ഠൂരമായ വിഷയത്തോട് പ്രതികരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയുമ്പോൾ ലോകം മൊത്തം ഇന്ത്യയുടെ കൂടെ നിൽക്കുമ്പോൾ ഒറ്റയാനായിട്ട് ഇയാൾക്ക് ഇത് പറയണമെങ്കിൽ ഇയാൾ ഇതിന്റെ ഭാഗമാണ്. ഇയാളുടെ പണത്തിന്റെ പുറകിൽ ഇതുപോലെ ഇസ്ലാമിസ്റ്റ് ഫണ്ടുകളും ഭീകരവാദ പ്രവർത്തനത്തിനും ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്നതിനും അല്ലെ ഇന്ത്യയെ ശിഥിലമാക്കുന്നതിനും ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തുന്നതിനും ഒക്കെയുള്ള ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇയാളുടെ പുറകിൽ ആളുകൾ കാണും. അല്ലെങ്കിൽ അത്തരത്തിൽ ഫണ്ടുകൾ കൈപ്പറ്റുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ ഈ ധൈര്യത്തിൽ ഇത് പറയത്തില്ല. അതായത് അയാൾക്കത് പറയേണ്ടതായിട്ടുണ്ട്.
കാരണം അവരുടെ വ്യക്താവായിട്ട് അയാൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പൊ നിസ്സാരമായിട്ടല്ല. പാകിസ്ഥാൻ അവിടെ നിൽക്കട്ടെ, പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. 2 ദിവസം കഴിഞ്ഞ് അവന്റെ പുറത്തോട്ട് മിസൈൽ ഇടാം. ഇവനെ പിടിച്ചകത്ത് വെക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാർ, ഈ മീഡിയ വൺ, ഇതുപോലെ ഈ ഹമാസിനെ തലയ്ക്ക് ആനപ്പുറത്ത് കയറ്റുന്നവൻ, ഫെദർബുട്ടിനെ പ്രണവം പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നവൻ, ഇന്ത്യക്കാരെ വെല്ലുവിളിക്കുന്നവൻ, അവനെല്ലാമാണ് ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾ. അവൻ വെളിയിൽ നിന്നിട്ട് ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ അകത്തിരിക്കുന്ന ഇതുപോലെ ഭീകരവാദികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ നേതാവായിട്ടാണ് റോബർട്ട് വധേര ഇപ്പൊ അവതരിച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ, പ്രതികരിച്ചേ മതിയാകത്തുള്ളൂ. റോബർട്ട് വധേര കൊള്ളയടിച്ചതിന്റെ കേസുകൾ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് വെളിയിൽ നിന്ന് പറയുമ്പോൾ ഇതുപോലെ രാജ്യവിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിനും തയ്യാറാവുന്ന ഈ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്തിടണം. പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പേ ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനും ഇത്തരം പ്രോക്സി ഗ്രൂപ്പുകളെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇവിടെ പരവതാനി പിടിക്കുന്നതിന് മാനസികമായിട്ടും വേണമെങ്കിൽ ഏതെങ്കിലും സാഹചര്യമൊക്കെ ഉണ്ടായാൽ ആരും ഉതിരിച്ചിരിച്ചു കൊടുക്കാൻ നിൽക്കുന്നവരെ ആദ്യം അകത്താക്കണം. അതിനുവേണ്ടിയുള്ള കോപ്പ് കൂട്ടുന്നവരെ, അതിനുവേണ്ടി സംസാരിക്കുന്നവരെ, അതിനുവേണ്ടി തൂലിക ചലിപ്പിക്കുന്നവരെ ഒക്കെ അകത്തിടേണ്ടതായിട്ടുണ്ട്. എന്നാലേ ഇവിടെ നടക്കുന്ന ഈ ഭീകര പ്രവർത്തനത്തിന് ഒരു അറുതി വരത്തുള്ളൂ. അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് വീണ്ടും ഭീകര പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഇവിടെ എല്ലാ രീതിയിലും ഉരുത്തിരിയും. അത് കോടതിയുടെ രൂപത്തിലായാലും പ്രതിപക്ഷത്തിന്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ മരുമകന്റെ രൂപത്തിലായാലും ഒക്കെ വരും. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ നടപടിയെടുത്ത് ഇന്ത്യക്കകത്ത് ശുദ്ധികലശം നടത്തിപ്പോകണം. അതിനുശേഷം നമ്മൾക്ക് യുദ്ധം ചെയ്യാം. ശത്രു രാജ്യങ്ങളെ നമ്മൾക്ക് നേരിൽ കാണാൻ സാധിക്കും, വ്യക്തതയോടുകൂടി കാണാൻ സാധിക്കും. പക്ഷെ ഇതിനകത്ത് നിന്ന് നമ്മളുടെ ഇന്ത്യക്കകത്ത് നിന്ന് ഈ പണിയും ചെയ്യുന്നവനെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇന്ത്യക്കകത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ റോബർട്ട് വാദ്രമാരെ ആദ്യം അറസ്റ്റ് ചെയ്യുക, തുറുങ്കിലടയ്ക്കുക, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഒരിക്കലും വെളിയിൽ വരാത്തോളം തുറുങ്കിലടയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയാൽ ഇന്ത്യയിൽ ഇനിയും ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് കുറവ് വരും. അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.